റബീഉൽ അവ്വലിൽ തുടങ്ങി തുടർച്ചയായ 101 ദിവസത്തോളം അഥവാ 101 രാവുകളിൽ മൗലിദ് പാരായണം നടക്കുന്ന ഒരു മഹല്ലുണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ. കോഴിക്കോട് നഗരത്തോടടുത്ത പ്രദേശമായ കൊളത്തറയിലെ ചെറുവണ്ണൂർ വടക്കേ ജുമാ മസ്ജിദിലാണ് മൗലിദ് മാസം മുതൽ തുടർച്ചയായ 101 ദിവസങ്ങളിൽ മൗലിദ് പാരായണം നടത്തുന്നത്. ഏകദേശം 3000-ൽ പരം വീട്ടുകാർ താമസിക്കുന്ന വലിയ മഹല്ല് കൂടിയാണ് ഇവിടെ. ഇവിടത്തുകാർക്ക് റബീഇ പിറന്നാൽ പിന്നെ ആത്മനിർവൃതിയുടെ 101 മൗലിദ് രാവുകളുടെ വസന്തകാലമാണ്. പൂർവികരാൽ കൈമാറപ്പെട്ടു പോന്ന ഈ ആത്മീയ സദസ്സ് പതിറ്റാണ്ടുകൾക്കിപ്പുറവും കുട്ടികളും യുവതലമുറകളും അടക്കം ആബാലവൃദ്ധം വരുന്ന മഹല്ല് നിവാസികൾ വളരെ ഉത്സാഹത്തോടെയാണ് ഇപ്പോഴും കൊണ്ടാടുന്നത്. ഏകദേശം 7-8 പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ പാരമ്പര്യത്തിന് എന്നാണ് പറയപ്പെടുന്നതും വിശ്വസിക്കപ്പെടുന്നതും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കോഴിക്കോടിൻ്റെ പരിസര പ്രദേശമാണ് നമ്മുടെ കൊളത്തറ മഹല്ല്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വെളിച്ചം സ്വീകരിക്കാൻ സൗഭാഗ്യം ലഭിച്ച ഒരു നാടുകൂടിയാണ് നമ്മുടെ കൊളത്തറ മഹല്ല്. ഏതാണ്ട് 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള 3000-ഓളം വീട്ടുകാർ താമസിക്കുന്ന ഒരു വിശാലമായ മഹല്ലാണ് ചെറുവണ്ണൂർ വടക്കേ മഹല്ല് അഥവാ കൊളത്തറ മഹല്ല് എന്നുള്ളത്. ഇവിടെ ഒട്ടേറെ ദീനീ സേവനങ്ങൾ, ദീനീ ചൈതന്യങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പാരമ്പര്യമായി വിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന മുസ്ലിമീങ്ങൾ അനുവർത്തിച്ചു പോരുന്ന അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ പരമാവധി നമ്മുടെ മഹല്ലത്തിൽ സുത്യർഹമായ രീതിയിൽ നടത്താൻ കമ്മിറ്റി എല്ലാ അർത്ഥത്തിലും മുന്നിൽ നിൽക്കാറുണ്ട്. മറ്റു മഹല്ലത്തുകൾക്കൊക്കെ മാതൃകയാകുന്ന രീതിയിൽ ഒരു പ്രത്യേക സംരംഭമാണ് 101 ദിന മൗലിദ് സദസ്സുകൾ എന്നുള്ളത്. പരിശുദ്ധമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ 1-ാം രാവിൽ ആരംഭിച്ച് റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദൽ ഊല, ജുമാദൽ ഉഖറ 10 ദിവസം അടങ്ങുന്ന 100 ദിന മൗലിദ് രാവുകളും 101-ാമത്തെ ദിവസം അതിൻ്റെ സമാപന സംഗമവുമായി മഹല്ലത്തിലെ ആബാലവൃദ്ധം വരുന്ന ജനങ്ങൾക്ക് ബറക്കത്തിൻ്റെ ഭക്ഷണം വിതരണം ചെയ്ത് ഭക്തി നിർഭരമായ പ്രാർത്ഥന സദസ്സ് ഉൾപ്പെടെ പ്രഭാഷണങ്ങളൊക്കെ നടത്തി വളരെ മാതൃകാപരമായി നമ്മുടെ മഹല്ലത്തിൽ ഈ പരിശുദ്ധമായ മൗലിദ് സദസ്സുകൾ നടന്നു വരുന്നു എന്നുള്ളത് ഏറെ ചാരിതാർത്ഥ്യത്തോടുകൂടെ ഇവിടെ പങ്കുവെക്കുകയാണ്. മുസ്ലിം സമൂഹം വളരെ പരമ്പരാഗതമായി അനുഷ്ഠിച്ചു പോരുന്ന വിശുദ്ധമായ മൗലിദ് കർമ്മം യഥാക്രമം മങ്കൂസ് മൗലിദ്, മുഹീദ്ദീൻ മൗലിദ്, ഷെയ്ഖ് റിഫായി തങ്ങളുടെ മൗലിദ്, മഹാനായ ഷാഹുൽ ഹമീദ് നാഹൂരി തങ്ങളവറുകളുടെ പേരിലുള്ള മൗലിദ്, ഇതൊക്കെയാണ് വ്യവസ്ഥാപിതമായി ഇവിടെ പരിശുദ്ധമായ മസ്ജിദിൽ വെച്ചുകൊണ്ട് ഓരോ ദിവസവും ഇശാ ജമാഅത്തിന് ശേഷം മഹല്ലത്തിലെ കാനവന്മാർ, മുതിർന്നവർ, യുവജന സുഹൃത്തുക്കൾ, ചെറിയ മക്കൾ, നാളെയുടെ പ്രതീക്ഷകളായ മക്കൾ ഉൾപ്പെടുന്ന നല്ല ഒരു സദസ്സോടുകൂടെ നമ്മളിവിടെ അൽഹംദുലില്ലാ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. വരമൊഴികൾ ഇല്ലെങ്കിലും വാമൊഴികളിലൂടെ, അതായത് ഒരു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാടിനെ വിറപ്പിച്ച ഒരു മാറാവ്യാധി ഇവിടെ ഉണ്ടായിരുന്നുവത്രേ. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് തന്നെ 1-ൽ കൂടുതൽ മയ്യിത്തുകൾ വരുന്നത് കണ്ടപ്പോൾ നമ്മുടെ മഹല്ല് മസ്ജിദിൻ്റെ ചാരത്ത് അന്തിയുറങ്ങുന്ന ഒരു മഹാൻ, അദ്ദേഹം ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അതിനൊരു പരിഹാരം എന്ന നിലക്ക് ആണ് ഇങ്ങനെ ഒരു മൗലൂദ് മറ്റു നാടുകളിലൊന്നും ഇല്ലാത്ത വളരെ വ്യവസ്ഥാപിതമായ ഒരു സദസ്സ് ഇവിടെ നടത്തണമെന്ന് ആ മഹാനുഭാവൻ്റെ പ്രത്യേകമായ നിർദ്ദേശമാണ്. ആ നിർദ്ദേശമനുസരിച്ച് കൊണ്ടാണ് ഇങ്ങനെ ഓരോ വർഷവും മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി മഹല്ലത്തിലെ എല്ലാ സഹോദരങ്ങളുടെയും എല്ലാ അർത്ഥത്തിലുമുള്ള സഹായ സഹകരണത്തോടുകൂടെ അൽഹംദുലില്ലാ ഈ മഹത്തായ മൗലിദ് കർമ്മങ്ങൾ ഇവിടെ നടന്നു വരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു സന്തോഷം എന്നുള്ളത് 101 ദിവസവും അതിൽ പങ്കെടുക്കുന്നവർക്ക് വൈവിധ്യമാർന്ന ബറക്കത്തിൻ്റെ ചീരിണികൾ, ഭക്ഷണങ്ങൾ, മധുര പാനീയങ്ങളൊക്കെ ആയിട്ട് വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട
ഒരു പുണ്യക്രമമായിട്ടാണ് മഹല്ല് നിവാസികൾ വിശ്വസിച്ചു പോരുന്നത്. അങ്ങനെ ഒരുപാട് നല്ലതായ ദീനീ ചൈതന്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിശാലമായ മഹല്ലാണ് കൊളത്തറ മഹല്ല്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷക സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, വിശിഷ്യ മഹല്ല് നിവാസികളോട് അറിയിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള സുത്യർഹമായ നല്ല പ്രവർത്തനങ്ങൾ, പ്രശംസനീയമായ ഇതുപോലെയുള്ള അനുഷ്ഠാന കർമ്മങ്ങൾ നമ്മുടെ മഹല്ലുകളിലും വീടുകളിലും നാമുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങളിലും നടത്താൻ ഈ മഹല്ലത്തിലെ ഈ സംരംഭം ഒരു പ്രചോദനമാവട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. നമ്മുടെ ചെറുവണ്ണൂർ വടക്കേ ജുമാഅത്ത് പള്ളിയുടെ കീഴിലുള്ള 101 ദിവസം മൗലൂദ് വർഷങ്ങളപ്പുറം 150 കൊല്ലത്തിൽ പഴക്കമുള്ളതാണ്. റബീഉൽ അവ്വൽ 1 തുടങ്ങിയിട്ട് 101 ദിവസത്ത് സമാപിക്കുന്ന പരിപാടികളുണ്ടായാൽ നല്ല പ്രാതിനിധ്യം ചെറുപ്പക്കാരുള്ളതുകൊണ്ട് ഇത് നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. വളവണ്ണ അബൂബക്കർ ദാരിമി ഉസ്താദ് ആണ് രണ്ടാമത് താഴത്തേക്ക് വന്ന് പുനർജീവിച്ചത്. 1993-94 കാലത്താണ് ഇവിടെ മദ്രസയിൽ നിന്നത്. ആ സമയത്താണ് ആ മൗലൂദ് ഇവിടെ സ്ഥാപിച്ച് അത് വിപുലീകരിച്ച് കൊണ്ടുവന്നത്. 101 ദിവസത്തെ മൗലൂദിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മഹല്ലിൽ ഇന്ന് മഹലിന് വളരെ ഒരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ഈ സംരംഭം ഇന്നും വളരെ അതിൻ്റേതായ പ്രൗഢിയോടെ തന്നെ കൊണ്ടുപോകാൻ നമ്മുടെ മഹല്ലിലെ ജനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആത്മീയമായിട്ടുള്ള നല്ലൊരു പുരോഗതിയാണ് ഇതോടുകൂടെ ലഭിക്കുന്നതെന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇശാഇന് ശേഷം ഇവിടെ തുടങ്ങുന്ന ഈ മൗലൂദ് 100 ദിവസം മൗലൂദ് ഓതി 101-ാം ദിവസം അത് ഒരു അസറിനോട് നമ്മൾ ഒരു പരിപാടിയാക്കി ചീരണി വിതരണം ചെയ്ത് ദുആ ചെയ്ത് പിരിയലാണ് സാധാരണ പതിവുണ്ടാവാറുള്ളത്. അതിനുശേഷം 2-3 ദിവസത്തെ പ്രഭാഷണ പരിപാടിയും അതിനോടനുബന്ധിച്ച് നമ്മൾ നടത്താറുണ്ട്. ഇതൊക്കെ നമ്മുടെ നാടിനൊരു പുരോഗതിയായിട്ടാണ്, നാടിനൊരു നല്ലൊരു പുരോഗതി എന്നുള്ള രീതിയിൽ മഹല്ലിൽ ഇതൊരു ബർക്കത്തായിട്ട് തന്നെ കൊണ്ടുപോകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും നല്ലൊരു പ്രാതിനിധ്യം നമ്മൾ മഹല്ല് നിവാസികളിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഇശാ നിസ്കാര ശേഷം മഹല്ലിൽ ഇതിൽ പങ്കെടുക്കുന്ന മിക്കവരും ഇശാഇന് ഇവിടെ പള്ളിയിലെത്താനാണ് ശ്രമിക്കാറുള്ളത്. ഇതിൽ പങ്കെടുക്കണം എന്നുള്ളൊരു നിയ്യത്തോട് കൂടിയിട്ട് ഇവിടെ ഇശാഇന് ഇവിടെ എത്തി ആ മൗലൂദിൽ പങ്കെടുത്ത് ഒരു ആത്മീയ നിർവൃതി കൈവരിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഈ പിരിഞ്ഞു പോകുന്നത്. ഇതൊക്കെ മഹലിന് വലിയൊരു കൂട്ടായ്മയാണ്. നമ്മളെ മഹലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഐക്യത്തോടും വളരെ സമാധാനത്തോടും ജീവിക്കുന്ന ജനങ്ങളാണ്. എല്ലാ കാര്യത്തിലും പരസ്പരം സഹകരിച്ചും സഹായിച്ചും എല്ലാം ഒരു വിഭാഗീയത ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ മഹലിന് സാധിക്കുന്നത്. അതിന് നിലനിൽക്കുന്ന നല്ലൊരു കമ്മിറ്റിയാണ് നമ്മളെ ഈ മഹല്ല് കമ്മിറ്റി. ഏതാണ്ട് 3000-ഓളം വീടുള്ള ഈ മഹല്ല് മറ്റുള്ള കാര്യങ്ങൾ അപേക്ഷിച്ചിടത്തോളം മറ്റു മഹല്ലിനൊരു മാതൃകയായി തന്നെയാണ് ഈ സംരംഭത്തെ നമ്മൾ കാണുന്നത്. ചെറുവണ്ണൂരിൽ ആകെ 2 പള്ളിയാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഫസ്റ്റിലെ പള്ളി ഈ കൊളത്തറ വടക്കേ ജുമാഅത്ത് പള്ളിയായിരുന്നു. അതിനു മുമ്പ് ബേപ്പൂരായിരുന്നു നമ്മൾ ഇവിടുത്തെ ജനങ്ങളൊക്കെ ജുമാക്ക് പോയിരുന്നത്. ഏകദേശം 125 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ പള്ളി സ്ഥാപിക്കുകയും അന്ന് കേവലം ഒരു 100 താഴെ കുടുംബങ്ങളുള്ള ഒരു പ്രദേശമായിരുന്നു. അവിടുന്ന് കുറേ കഴിഞ്ഞ് തെക്കേ ജുമാഅത്ത് പള്ളി സ്ഥാപിതമായി. ആ അവസരത്തിലാണ് ഇവിടെ ഒരു മാരകമായ രോഗം പിടിപെടുകയും അന്ന് ഇവിടെ എത്തിപ്പെട്ട പണ്ഡിതൻ അതിനു വേണ്ടി ഒരു പരിഹാരം എന്ന നിലക്ക് റബീഉൽ അവ്വൽ മാസം 1 തൊട്ട് 101 ദിവസം വരെ മൗലൂദ് കഴിച്ച് അതിന് പരിഹാരം കണ്ടെത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ അന്ന് തുടങ്ങിയ ആ മൗലൂദ് റബീഉൽ അവ്വൽ 1 തുടങ്ങി അടുത്ത 101 ദിവസം പൂർത്തീകരിച്ച് ഇന്നും വളരെ ഭംഗിയായി അത് നടന്നു വരുന്നുണ്ട്. അന്ന് ആ മൗലൂദ് തുടങ്ങിയോട് കൂടിയിട്ട് അന്നത്തെ ആ മാരകമായ രോഗങ്ങളിൽ നിന്ന് നല്ല രക്ഷ ഈ മഹല്ലിന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ യുവാക്കൾ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ മഹല്ലത്തിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരായ ചെറുപ്പക്കാർ അത് ഏറ്റെടുക്കുകയും അത്
ഒരു ലഘു പലഹാരവും ചായയുമായി അത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ പള്ളിയിൽ ഈ പള്ളി പറമ്പ് പ്രദേശത്ത് പണ്ട് ഒരു സ്റ്റെപ്പ് പോലും ആളില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നത് ഇപ്പോൾ 5ഉം 8ഉം സ്റ്റെപ്പുകൾ ആയി മാറിയിട്ടുണ്ട് നിസ്കാരത്തിനൊക്കെ. ജുമാഅൻ്റെ കാര്യമല്ല, ജുമാഅക്ക് പിന്നെ ഫുള്ളാണ്. ഏകദേശം 2000 ആൾക്കാർ 2000 പരം ആൾക്കാർ ഏകദേശം ഉൾക്കൊള്ളുന്ന പള്ളിയാണിത്. ഏകദേശം പള്ളി നിറഞ്ഞ് കവിയൽ തന്നെയാണ് ജുമാഅക്ക്. ഏതായാലും പാരമ്പര്യമുള്ള ഈ പള്ളിയിൽ അന്നത്തെ കാലത്ത് പത്തിരി നേർച്ചയാക്കുകയും പിന്നെ ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്യും. അത് വീടുകളിൽ കൊടുത്തയക്കും. അതുകൂടാതെ ഇവിടെ തന്നെ അത് വിതരണം ചെയ്ത് പിന്നെ ഭക്ഷണം ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു പതിവും ഉണ്ടായിരുന്നു. ഏതായാലും എൻ്റെ ഓർമ്മ 70 കൊല്ലത്തോളമായി. എനിക്ക് വയസ്സ് 70 കഴിഞ്ഞു. ഇവിടെ ഈ പള്ളി നിർമ്മാണത്തിലും ഈ പള്ളിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ഈ നാട്ടിലെ ജനങ്ങൾ സഹകരിച്ച് മനോഹരമായ പള്ളി ഇവിടെ നിർമ്മിക്കുകയും അത് ആ പഴയ ചിട്ട പ്രകാരം ഇവിടെ നടന്നു പോരുകയും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി സുന്നത്തെ ജമാഅത്തിൻ്റെ കീഴിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വലിയൊരു വിജയമാണ്. ഈ പുരോഗതി ഈ കൂട്ടായ്മയുടെ ഫലമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നമ്മളെ ഈ സംഗതി വീക്ഷിക്കുന്ന സഹോദരന്മാരെ, കോഴിക്കോട് കോർപ്പറേഷനിലുള്ള കുളത്തറ ജമാഅത്ത് പള്ളിയിൽ ഒരു റബീഉൽ അവ്വൽ 1 മുതൽക്ക് ജമാദുൽ ആഖിർ 10 വരെ 101 ദിവസം അവിടെ ഒരു ദിവസം പോലും ഒഴിഞ്ഞു പോവാതെ ഇശാക്ക് ശേഷം മൗലൂദ് നടക്കുകയാണ്. അത് തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഈ പറയുന്ന ഞാനും അവിടെ ഒരു 2-2.5 കൊല്ലം മുദരിസായിരുന്നു. അന്നും അവിടെ ഉണ്ടായിട്ടുണ്ട്, അനുഭവത്തിലുണ്ട്. അത് പണ്ട് കാലത്ത് കുറേ കൊല്ലം മുമ്പ് ഒരു മഹാൻ അവിടെ വന്നിങ്ങനെ കൂടിയിരുന്നു. ആ മഹാൻ്റെ ഖബറിപ്പാടുണ്ട്. ആ മഹാൻ വന്നു കൂടിയ സമയത്ത് അവിടെ പള്ളിയിലുള്ള സമയത്ത് കോളറ കാരണത്താൽ ഒരുപാട് ചെറിയ കുട്ടികളെ മയ്യത്ത് വരെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ആ മഹാൻ, ഇതെന്താണിത് ഇവിടെ എങ്ങനെ? കോളറാണ് ഉസ്താദേ എന്ന് പറഞ്ഞു. അതൊന്നും ഇവിടെ ഉണ്ടാകണ്ട, നമ്മളിങ്ങനെ തീരുമാനിക്കാന്ന് തന്നെ മൂപ്പർ പാസ്സാക്കിയതാണ്. എന്ത് റബീഉൽ 1 മുതൽ 30 വരെ, 30 ഉള്ളെങ്കിൽ 30 വരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ റബീഉൽ ആഖിർ 1 മുതൽ 30 വരെ, അവിടെ 30 ഉണ്ടെങ്കിൽ പിന്നെ ജമാദുൽ അവ്വൽ റിഫായി ശൈഖിൻ്റെ ആണ്ടിൻ്റെ മാസമാണ്, അത് 1 മുതൽ 30 വരെ, 3 30 90 ആവും. പിന്നെ ജമാദുൽ ആഖിർ നാവൂർ ഷാവുൽ ആണ്ടിൻ്റെ മാസമാണ്, അവിടെ 1 മുതൽ 10 വരെ. അത് പിന്നെ ഒന്ന് പൂർത്തിയാക്കിയിട്ട് 101 ദിവസം. അങ്ങനെ ഒരുപാട് കാലമായി ചെയ്തു വരുന്നതാണ്. ഞാൻ 2.5 കൊല്ലം അനുഭവത്തിൽ അത് പങ്കെടുത്ത ആളുമാണ്. അതുകൊണ്ട് വലിയ നമ്മളെ കോളറകളോ മറ്റുള്ള രോഗങ്ങളോ ഇത്തരം കാര്യങ്ങളൊക്കെ വരാതെക്കാനും അതോടൊപ്പം മഹാന്മാരുടെ ഒരു ഗുരുത്വവും പൊരുത്തവും നേടി ഒരു ഗുരുത്തുള്ളവരായി തീരാനും നമ്മളെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ലതായി തീരാനൊക്കെ പറ്റിയ ഒരു നല്ല ഒരു സംരംഭമാണ്. അതിൽ കഴിവിൻ്റെ പരമാവധി സാധിക്കുന്നവരൊക്കെ പങ്കെടുക്കണം, അത് വിജയിപ്പിക്കണം എന്ന് വളരെ ആത്മാർത്ഥമായി വിനീതമായി ആദരവോടുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൃത്യമായ വരമൊഴികളാൽ രേഖപ്പെടുത്തപ്പെട്ടതല്ലെങ്കിലും പൂർവികരുടെ വാമൊഴികളാണ് ഇതിനടിസ്ഥാനം. ഈ ഒരു സമ്പ്രദായം നിലവിൽ വരാനുള്ള കാരണമായി കാരണവന്മാർ പറയുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പ്രദേശത്തെ ആകമാനം പിടിച്ചുകുലുക്കിയൊരു മാറാരോഗം ബാധിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഈ വിഷയവുമായി മഹല്ല് നിവാസികൾ അന്ന് അവിടെ താമസിച്ചിരുന്ന പ്രമുഖ സൂഫി വര്യൻ ഹബീബ് ബിൻ അഹമ്മദ് അൽ ഫർഫുരിയയുടെ അടുക്കൽ ചെന്ന് കാര്യം ധരിപ്പിച്ചു. അവർ അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുകയും മാരകമായ രോഗമാണ് അതിന് കാരണമെന്ന് തിരിച്ചറിയുകയും അതിന് പരിഹാരമെന്നോണം നിർദ്ദേശിക്കുകയും ചെയ്തതാണ് ഈ 101 ദിവസത്തെ ആത്മീയ മജ്ലിസ്. റബീഉൽ അവ്വലിൽ തുടങ്ങി 100 ദിവസത്തോളം വിവിധ മൗലിദുകൾ പാരായണം ചെയ്ത് 101ാമത് ദിവസം സമാപന സംഗമവും ചേരണി വിതരണവും നടത്തി പിരിയലാണ് പതിവ്. പണ്ട് മുതലേ തുടങ്ങിയ ഈ മജ്ലിസ് 1990കളിൽ സമസ്ത കേന്ദ്ര മുശാവറ അംഗം ഒളവണ്ണ അബൂബക്കർ മുസ്ലിയാർ മുദരിസായ സമയത്താണ് ഇതിനെ കൂടുതൽ സജീവമാക്കിയത്. റബീഉൽ അവ്വലിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും റബീഉൽ ആഖിറിൽ മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെയും ജമാദുൽ ഉലയിൽ റിഫായി ഷെയ്ഖിൻ്റെയും ജമാദുൽ ആഖിറിലെ 11 ദിവസം ഷാഹുൽ ഹമീദുൻ നാഹൂരിയുടെയും പേരിലാണ് മൗലിദ് നടക്കുക.
അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് 101-ാം ദിവസം ഭക്തി നിർഭരമായ വലിയ സദസ്സും പള്ളിയിൽ ഒരുക്കും. റബീഉൽ അവ്വൽ 1-ന് തുടങ്ങുന്ന ചീരണി വിതരണം 101-ാം ദിവസം വരെയും തുടരും. സാധാരണ ദിവസങ്ങളിൽ പായസമാണ് ചീരണിയായി നൽകാറുള്ളതെങ്കിൽ ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും ബിരിയാണി ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങളും നൽകി വരുന്നു. മഹലിലെ ആബാലവൃദ്ധം വരുന്ന ജനങ്ങൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. നവീനവാദങ്ങളും പുത്തനാശയങ്ങളും ആവോളം അരങ്ങുവാഴുന്ന ആധുനിക കാലഘട്ടത്തിലും ഇവിടുത്തെ യുവാക്കളും നാട്ടുകാരും ഈ ഭവ്യമായ പാരമ്പര്യത്തെ നിലനിർത്തി പോരുന്നുണ്ട്. ഇതുവഴി നിരവധി ആത്മീയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇന്നും ഈ പ്രദേശത്തിന് സാധ്യമാകുന്നുണ്ട്. കൂടാതെ ദിവസവും സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ വരുന്ന 100-ൽ പരം മഹല്ല് നിവാസികൾക്ക് ചായയും സമൃദ്ധമായ രീതിയിൽ കടികളും നൽകിയാണ് ഈ മഹലിൻ്റെ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. അസ്സലാമു ഞങ്ങളിവിടെ ഒരു 3 വർഷത്തോളം ഇങ്ങനെ രാവിലെ സുബഹിൻ്റെ ശേഷം ചായ കൊടുക്കൽ തുടങ്ങിയിട്ട് ഇതുവരെ ഇൻഷാ അല്ലാഹ് ഒരു മുടക്കം വന്നില്ല. നോമ്പിന് മാത്രം നിർത്തിവെക്കും. അതിൻ്റെ മെയിൻ ചായ മേക്കർ ഇയാളാണ്, കുഞ്ഞാനിക്കാന്ന് പറയും. രാവിലെ 3 മണിക്ക് വരും, ചായയും കടികളൊക്കെ റെഡിയാക്കും, വിതരണം ചെയ്യും. 2-3 കുട്ടികളുണ്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ, അജു എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദവാക്ക, ഇവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നവരാണ്. പിന്നെ ഞങ്ങളൊരു കമ്മിറ്റിയാണ്, 24 ആളുള്ള ഒരു ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്മിറ്റി. അവരാണ് നമ്മളെ ഓരോ എമൗണ്ട് എടുത്തിട്ട് മാസം ഒരു സംഖ്യ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൂടാതെ ഓരോരുത്തർ എന്താ വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യും. അങ്ങനെ പോകുന്നുണ്ട് മുന്നോട്ട്. അസ്സലാമു അലൈക്കും. വളരെ സന്തോഷത്തോടു കൂടിയുള്ള, വളരെ സ്നേഹത്തോടു കൂടി തരുന്ന ഈ പരിപാടി, അതായത് ഈ ചായയും കടിയും സുബൈക്ക് വരുന്ന 100-ൽ കൂടുതൽ ആളുകൾ എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. ഈ ഒരു പരിപാടി ഇവിടെ തുടങ്ങിയത് നമ്മളുടെ സഫാൻ ഉദവി ഉസ്താദ് വന്നതിൻ്റെ ശേഷമാണ് ഈ ഒരു സംരംഭത്തിന് ആരംഭം കുറിച്ചത്. വളരെ സന്തോഷത്തോടെ പോകുന്ന ഈ സംഗതി ആയതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ നല്ല അഭിപ്രായവുമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഇത് ദീർഘകാലം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരുപാട് നന്മകളും സേവനങ്ങളെ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹല്ലാണ് ചെറുവണ്ണൂർ വടക്കേ മഹല്ല്. നമുക്കറിയാം, ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആളുകൾ ഫേസ് ടു ഫേസ് ഇരിക്കുവാനും കാര്യങ്ങളൊക്കെ സംവദിക്കാനും പഴയകാല ഓർമ്മകൾ പങ്കുവെക്കാനുമൊക്കെ പലപ്പോഴും അവസരങ്ങൾ ഇല്ലാതെയാകുന്ന ഈ കാലത്ത് പഴയ ഓർമ്മകളിലായി 2-3 വർഷമായി നമ്മുടെ മഹല്ലത്തിൽ സുബഹി നിസ്കാരാനന്തരം എല്ലാ വിശ്വാസികൾക്കും ജമാഅത്തിൽ സംബന്ധിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും വളരെ സന്തോഷകരമായ സ്നേഹവിരുന്ന്, ചായയും സ്നാക്സുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇത് എല്ലാ മഹല്ലത്തുകൾക്കും വലിയ മാതൃകയാണ്. കാരണം നാമൊക്കെ പ്രഭാതത്തിൽ ഒരു ചായ ലഭിക്കാൻ ആഗ്രഹിക്കുന്നൊരു സമയത്തിലാണ് ഇങ്ങനെ ചായയും സ്നാക്സുമൊക്കെ വിതരണം ചെയ്യുന്നത്. വൈവിധ്യങ്ങളായ വ്യത്യസ്ത ടേസ്റ്റുകളും മധുരമൂറുന്ന വിഭവങ്ങളാണ് ഇവിടെ ബന്ധപ്പെട്ട് ഒരുക്കാറുള്ളത്. അഭിവന്ദരായ പ്രസിഡൻറ്റും ട്രഷററും ഒക്കെ സൂചിപ്പിച്ചതുപോലെ, അതേപോലെ ഈ സ്നേഹ വിരുന്ന്, മധുരപാനീയ വിതരണം, ഇതിന് നേതൃത്വം നൽകുന്നത് മഹല്ല് കമ്മിറ്റിയുടെ എല്ലാ ആശീർവാദത്തോടു കൂടി ബ്രദേഴ്സ് എന്ന നമ്മുടെ മഹല്ലത്തിൻ്റെ യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ്. എന്തുകൊണ്ടും സ്തുത്യർഹമായ, അഭിനന്ദനാർഹമായ ഈ സംരംഭം അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ, അവരെ കൂടി ഓർത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശ്രമകരമായ ദൗത്യത്തിന് ബന്ധപ്പെട്ടവർ മുന്നോട്ടിറങ്ങിയത്. അവരെ എല്ലാ അർത്ഥത്തിലും പ്രശംസിക്കുകയും ഈ നന്മ ഖിയാമത്ത് നാൾ വരെ മഹല്ലത്തിന് അനുഗ്രഹമായി, മറ്റു മഹല്ലുകൾക്ക് മാതൃകയായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.